നമുക്കിന്നൊരു നോൺ വെജ് റെസിപ്പി ആയല്ലോ. നമ്മൾ എന്നും വെജ് റെസിപ്പീസ് തന്നെ ചെയ്തിട്ട് കാര്യമില്ലല്ലോ, ഇടയ്ക്ക് നോൺ വെജും കൂടി ചെയ്യണ്ടേ. നോൺ വെജ് ഞാൻ അധികം ചെയ്യാത്തതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാല് ഇവിടെ കിച്ചൂസ് ചോറ് കഴിക്കാത്തത് കൊണ്ട് ഞാൻ നോൺ വെജ് റെസിപ്പീസ് അധികം ചെയ്യാറില്ല, വല്ലപ്പോഴേ ചെയ്യാറുള്ളൂ. എന്താണെന്ന് വെച്ചാൽ കിച്ചൂസിനും കൂടി ഇഷ്ടപ്പെട്ട റെസിപ്പീസ് ആണ് ഞാൻ കൂടുതലും ചെയ്യാറുള്ളത്. അതുകൊണ്ടാണ് ഈ സ്നാക്സിലേക്കൊക്കെ കൂടുതലായിട്ട് പോകുന്നത്. ഇന്നിപ്പോ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സിമ്പിൾ കൊഴുവ തോരനാണ്. കൊഴുവ തോരൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിലെ കൊഴുവ എന്ന് പറയും, ചില സ്ഥലങ്ങളിൽ നത്തോലി എന്ന് പറയും. എല്ലാം ഒരേ മീൻ തന്നെയാണ്, ചെറിയ മീനാണ്. ആൾക്കാർക്ക് അറിയാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നത്തോലി അല്ലെങ്കിൽ കൊഴുവ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാവുന്നതേ ഉള്ളൂ. അപ്പോ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു തോരനാണ്. അപ്പൊ നമുക്ക് ചോറിന് നല്ലൊരു സൈഡ് ഡിഷാണ് ഈ കറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് നമ്മുടെ ചോറിന് പറ്റിയ നല്ല കറിയായ കൊഴുവ തോരൻ റെഡിയാക്കിയാലോ. കൊഴുവ തോരൻ അല്ലെങ്കിൽ കൊഴുവ പീര പറ്റിച്ചത് എന്ന് പറയുന്ന ഈ ഒരു കറിക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ കൊഴുവ എടുത്തിട്ടുണ്ട്, തേങ്ങ ചിരവിയത്, മഞ്ഞൾപ്പൊടി, ഉലുവപ്പൊടി, ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില. ഇതിന്റെ കൂടെ നമുക്ക് വെളിച്ചെണ്ണയും ഉപ്പും വേണം, കുറച്ച് വെള്ളവും വേണം. ഈ മീൻ കുക്ക് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം വേണം. അപ്പൊ ഞാൻ ഈ ഒരു വലിപ്പത്തിലുള്ള കൊഴുവയാണ് വാങ്ങിക്കാൻ ഉദ്ദേശിച്ചത്. ഈ ഒരു വലിപ്പം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലും കുറച്ചുകൂടി ചെറിയ കൊഴുവയാണ് ശരിക്കും ഈ ഒരു റെസിപ്പിക്ക് ടേസ്റ്റ് കൂടുതൽ ഉണ്ടാവുക. പക്ഷെ കുറെ ദിവസങ്ങളായിട്ട് അന്വേഷിച്ചിട്ടും ഇത്രയും വലിപ്പമുള്ള കൊഴുവ തന്നെ നമുക്കിപ്പോൾ വരുന്നുള്ളൂ. ചെറിയ കൊഴുവ കിട്ടുന്നില്ല. അപ്പോൾ ചെറിയ കൊഴുവ കിട്ടുകയാണെങ്കിൽ ചെറിയ കൊഴുവയിൽ തന്നെ ചെയ്യുന്നതാണ് നല്ലത്. ചെറിയ കൊഴുവ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മാത്രം വലിയ കൊഴുവ എടുക്കുക. നന്നായിട്ട് മുറിച്ച് കഴുകി ക്ലീൻ ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ക്ലീൻ ചെയ്തെടുക്കാനുള്ള ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം, ചെയ്ത് പിന്നീട് ഒരു ദിവസം കാണിക്കാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊഴുവയൊക്കെ നമ്മൾ കഴുകി എടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ മുഴുവൻ ആ ഒരു എണ്ണമയം പോലെ ഉണ്ടാവും കൊഴുവ ക്ലീൻ ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ അത് വേഗം തന്നെ പോയി കിട്ടാനും കൊഴുവ നന്നായി ക്ലീൻ ആവാനും നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെമ്മിപ്പുളിയും ചെമ്മീനും കറി ഉണ്ടല്ലോ, ആ കറിയിലിടുന്ന ചെമ്മിപ്പുളി. ഇപ്പൊ ഇത്രയും കൊഴുവ, ഇത് 1/4 കിലോ കൊഴുവയാണ്. ഇത്രയും കൊഴുവയ്ക്ക് ഞാനൊരു 5 ചെമ്മിപ്പുളിയും കുറച്ച് ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്തു. ചെമ്മിപ്പുളി നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊഴുവയിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്തു. അപ്പോൾ അത് ചതച്ച് ചേർക്കണമെങ്കിൽ ചതച്ച് ചേർക്കാം. നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ടെങ്കിൽ കൊഴുവ നന്നായി ക്ലീൻ ആയി കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ ആ ഒരു എണ്ണമയം ഉള്ള അവസ്ഥ ഉണ്ടാവില്ല. അപ്പൊ അതൊരു എളുപ്പ വഴിയാണ്. നമ്മളിപ്പോൾ കൊഴുവ ക്ലീൻ ചെയ്തെടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ പ്രാവശ്യം കൈ കഴുകിയാലും കയ്യിൽ നിന്ന് ആ ഒരു എണ്ണമയം പോലെയുള്ള ആ ഒരു ഇത് പോവാറില്ല. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ടിപ്പ് പറഞ്ഞു തന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഇതെല്ലാം ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. അതിനുശേഷമാണ് നമ്മൾ ഈ തോരൻ റെഡിയാക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്ലേറ്റിലേക്കാണ് ഞാനിപ്പോൾ മിക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഒരു 6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ആ പച്ചമുളകിൻ്റെ എരിവനുസരിച്ച് നമ്മൾ എടുക്കുന്ന പച്ചമുളകിൻ്റെ എണ്ണത്തിൽ വ്യത്യാസം വരുത്തുക. ഇതിലേക്ക് ഞാനിപ്പോൾ കറിവേപ്പില കൈ കൊണ്ടൊന്ന് പതുക്കെ ഇതുപോലെ മുറിച്ച് ചേർക്കുകയാണ്. അപ്പോൾ ഇതിൽ മുളക് പൊടി ചേർക്കരുത് കേട്ടോ ഈ ഒരു തോരനിൽ. സോറി, ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ് ഞാൻ പറയാൻ വിട്ടുപോയി, നമ്മുടെ കുടംപുളി. അപ്പോൾ ഇതിലേക്ക് കുടംപുളിയും കൂടി ചേർക്കണം. ഞാൻ വേഗം കുടംപുളി എടുത്തിട്ടെ. ഇപ്പോൾ ഞാൻ ഈ വലിപ്പത്തിൽ 2 പീസ് കുടംപുളി എടുത്തിട്ടുണ്ട്. പുളിയൊക്കെ നമുക്ക് എത്ര പുളി വേണം. ഇപ്പോൾ ചില ആളുകൾക്ക് പുളി കൂടുതൽ ഇഷ്ടമായിരിക്കും, അപ്പോൾ അതനുസരിച്ച് വ്യത്യാസം വരുത്തുക. ഞാനിപ്പോൾ 1/4 കിലോ കൊഴുവയ്ക്ക് ഇത്രയും പുളിയാണ് ചേർക്കുന്നത്. സാധാരണ നമ്മൾ മീൻ കറിയിൽ ചേർക്കുന്നത് പോലെ പുളി വെള്ളത്തിലിട്ടിട്ട് ആ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. ഈ പുളി നമ്മളിതുപോലെ ചെറിയ പീസുകളാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ ഇനി ചേർക്കുന്നത് ഉപ്പാണ്. കൊഴുവയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കുക. ഇപ്പോൾ കുറച്ച് ഉപ്പ് ചേർക്കുക. നമുക്ക് കൊഴുവ കുക്കായി വരുമ്പോൾ ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. അതുപോലെ തന്നെ തേങ്ങ ചിരവിയത് കൂടുതലായി പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൊഴുവ തോരന് ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതെല്ലാം ചേർത്ത് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് കൊഴുവയും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്യാം. ഇതിൽ ഉള്ളി ചതച്ച് ചേർക്കണം എന്നുണ്ടെങ്കിൽ ചതച്ച് ചേർക്കാം. പക്ഷെ ആ ഉള്ളി ഒന്ന് കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ചതയ്ക്കാതെ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് ചേർത്തത്. ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന കൊഴുവ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് നോക്കുമ്പോൾ കുറച്ച് തേങ്ങ കുറവുണ്ട്. നമുക്കിതിലേക്ക് കുറച്ചുകൂടി തേങ്ങ ചേർക്കാം.
ഇപ്പോൾ നമ്മൾ 1.5 കപ്പ് തേങ്ങ ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമ്മൾ 1/2 കപ്പ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിപ്പോൾ ചേർക്കുന്നില്ല, നമ്മൾ ചട്ടിയിലേക്ക് മാറ്റിയതിന് ശേഷമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഇത് ഇവിടെ ഇരിക്കട്ടെ. ഇതിങ്ങനെ ഒരു 5 മിനിറ്റ് ഇരിക്കുമ്പോൾ കുഴവയിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് പിടിച്ചു വരും. ഇനി നമുക്ക് ചട്ടി ചൂടാക്കാം. ചട്ടി ചൂടായി വരുമ്പോൾ നമ്മുടെ കുഴവ 5 മിനിറ്റ് ആയിക്കോളും. ഇപ്പോൾ നമ്മുടെ ചട്ടി നന്നായി ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. നമ്മൾ ഈ ഒരു റെസിപ്പിയിൽ ആദ്യവും അവസാനവും കുറച്ച് വെളിച്ചെണ്ണ ചേർക്കും. അപ്പോൾ ആദ്യം കുറച്ച് ചേർക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് 2 പിഞ്ച് ഉലുവപ്പൊടി ചേർക്കാം. നമ്മൾ മീൻകറി റെസിപ്പിയിലെല്ലാം ഉലുവപ്പൊടി ചേർക്കാറുണ്ട്. ഇപ്പോൾ 2 പിഞ്ച് ഉലുവപ്പൊടി, അധികമായി പോകരുത്. ആ ഉലുവപ്പൊടി ഒന്ന് ചൂടായി തുടങ്ങുമ്പോൾ നമുക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കൊഴുവ ചേർക്കാം. ഉലുവപ്പൊടിയുടെ ഒരു റോ ടേസ്റ്റ് ഒന്ന് മാറി വരണം. ഇതിപ്പോൾ ഞാൻ ഡ്രൈ റോസ്റ്റ് ചെയ്ത് പൊടിച്ച ഉലുവയായതുകൊണ്ട് അധിക സമയം എടുക്കില്ല ഉലുവ കുക്കായി വരാൻ. ഇപ്പോൾ നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്യാതെയാണ് പൊടിച്ചതെങ്കിൽ കുറച്ച് സമയം കൂടുതൽ എടുക്കും. ഇതിലേക്ക് നമുക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കൊഴുവ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്കിനി 1/2 കപ്പ് വെള്ളം ചേർക്കാം. 1/4 കിലോ കൊഴുവയ്ക്കാണ് ഞാൻ 1/2 കപ്പ് വെള്ളം ചേർക്കുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൊഴുവയൊന്ന് കുക്കായി വരാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ കൊഴുവയുടെ വലിപ്പം അനുസരിച്ച് കുക്കിംഗ് ടൈമിലും അതുപോലെ നമ്മൾ ചേർക്കുന്ന വെള്ളത്തിൻ്റെ അളവിലും വ്യത്യാസം വരുത്തുക. ഇത്രയും വലിയ കൊഴുവയാണെങ്കിൽ നമ്മൾ 1/2 കപ്പ് വെള്ളം ചേർക്കേണ്ട ആവശ്യമുള്ളൂ. കുറച്ചുകൂടി ചെറിയ കൊഴുവയാണെങ്കിൽ ഇത്രയും വെള്ളം വേണ്ട, വേഗം തന്നെ കൊഴുവ കുക്കായി കിട്ടും. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. അപ്പോൾ കൊഴുവ ഇരുന്ന് കുക്കാവട്ടെ. നമുക്കൊന്ന് ആ വെള്ളം തിളച്ചു വരുമ്പോൾ ഇളക്കി കൊടുക്കാം. വീണ്ടും ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മൾ അടച്ചു വെച്ചിട്ട് വെള്ളം നന്നായി തിളച്ചു തുടങ്ങി. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മളിതുപോലെ പുളി ചെറിയ പീസാക്കി ഇടുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ നമ്മുടെ കൊഴുവയുടെ എല്ലാ ഭാഗത്തേക്കും പുളി പിടിക്കാൻ വേണ്ടിയിട്ടാണ് ചെറിയ പീസാക്കി ഇടുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറേ സമയം മീൻകറി കുക്ക് ചെയ്യുന്ന പോലെ വെള്ളത്തിലിട്ടിട്ടല്ല കൊഴുവ കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ചെറിയ പീസാക്കിയിട്ടാണെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പുളി കിടക്കുമ്പോൾ പുളി കൊഴുവയിലേക്ക് നന്നായിട്ട് പിടിച്ചോളും. വീണ്ടും അടച്ചു വയ്ക്കാം. ഇടയ്ക്ക് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇത്രയേ ഉള്ളൂ കൊഴുവയുടെ പരിപാടി. പക്ഷേ ലാസ്റ്റ് നമ്മൾ സാധാരണ മീൻകറിയിൽ ചെയ്യുന്ന പോലെ കറിവേപ്പിലയും വെളിച്ചെണ്ണയും എല്ലാം ചേർക്കണം. അപ്പോൾ കൊഴുവ കറക്റ്റായിട്ട് കുക്കായിട്ട് ഇനി ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മുടെ കൊഴുവ വെന്ത് കഴിഞ്ഞു. കൊഴുവ വേവും തോറും ഉടഞ്ഞു വരും എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. പിന്നെ കൊഴുവയുടെ മുള്ളുകൾ കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ലാത്തതുകൊണ്ട് നമുക്ക് ഉടഞ്ഞു പോയാലും പ്രശ്നമില്ല. അപ്പോൾ ഒരു 7 മിനിറ്റ് കൊണ്ട് കൊഴുവ ഇതുപോലെ കുക്കായി കിട്ടി. ഇതിലിപ്പോൾ കുറച്ച് വെള്ളമുണ്ട്. അപ്പോൾ ഈ വെള്ളം ഒന്ന് വറ്റി വരുന്നത് വരെ ഇനി നമുക്ക് തുറന്ന് വെച്ചിട്ട് കുക്ക് ചെയ്യാം. ഇത് നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കാം. ഇത്രയും സമയം നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്തത്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയാണെങ്കിൽ മാത്രം നമ്മൾ ഈ കൊഴുവയുടെ മുള്ള് കുഞ്ഞുങ്ങൾക്ക് ചവച്ചിറക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, തീരെ ചെറിയ കുട്ടികൾക്ക്. അപ്പോൾ അത്രയും ചെറിയ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ നമ്മൾ ഈ കൊഴുവ കൊടുക്കാതിരിക്കുക. കുറച്ചുകൂടി മുതിർന്ന കുട്ടികൾക്കാണെങ്കിൽ നമുക്ക് കൊഴുവ കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ അതെങ്കിലും അമ്മമാരൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. കുഞ്ഞുങ്ങൾക്കൊക്കെ മുള്ളുള്ള മീനൊക്കെ കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് തന്നെ കൊടുക്കുക. അപ്പോൾ കൊഴുവ കുക്കായി വരുമ്പോൾ ഇതുപോലെ ഉടഞ്ഞു പോകും. പിന്നെ ഇതുപോലെ ഉടഞ്ഞു പോകണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം ഇളക്കാതെ ഒക്കെ ഇരിക്കണം. പക്ഷെ നമുക്ക് എല്ലാ ഭാഗവും ഒരുപോലെ കുക്കായി കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇളക്കി കൊടുത്തേ പറ്റുള്ളൂ. അപ്പോൾ ചില ആളുകൾ ഇതിൽ വെളുത്തുള്ളി ചേർക്കാറുണ്ട്. എല്ലാ മീനുകളിലും വെളുത്തുള്ളി ചേർക്കാറുണ്ട്. ഞാൻ മീൻകറി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും കമൻറ്റ് വരാറുണ്ട് വെളുത്തുള്ളി ചേർക്കുന്നില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, മീൻകറി റെസിപ്പിയിൽ നമ്മൾ സാധാരണയായിട്ട് വെളുത്തുള്ളി ചേർക്കാറില്ല. ചില കറികളിൽ മാത്രമേ വെളുത്തുള്ളി ചേർക്കാറുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഉപ്പ് ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനൊന്ന് ഉപ്പ് നോക്കട്ടെ. ഉപ്പ് കറക്റ്റാണ്, എരിവ് കറക്റ്റാണ്. ഞാനിപ്പോൾ നമുക്ക് കിട്ടുന്ന എരിവുള്ള പച്ചമുളക് ഉണ്ടല്ലോ, അതാണ് 6 എണ്ണം ചേർത്തത്. അപ്പോൾ എരിവ് കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുമ്പോൾ, കുഞ്ഞുങ്ങൾക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുള്ള് കഴിക്കാൻ പ്രായത്തിലുള്ള കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കുറച്ചിട്ട് ചെറിയ എരിവിൽ കൊടുക്കുക. അപ്പോൾ നമ്മുടെ കൊഴുവയിലെ വെള്ളം വറ്റി, അതായത് നമ്മൾ ഇതുപോലെ ചട്ടിയുടെ നടുഭാഗത്തു നിന്ന് കൊഴുവ മാറ്റി വെച്ചപ്പോൾ വെള്ളം കാണുന്നില്ല. നേരത്തെ നമ്മൾ മാറ്റിയപ്പോൾ വെള്ളം ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം കുറച്ചുകൂടി കറിവേപ്പില ചേർക്കാം. നമ്മുടെ നാടൻ റെസിപ്പികളിലെല്ലാം നമ്മൾ ഫൈനലായിട്ട്, അതുപോലെ മീൻകറി റെസിപ്പിയിൽ എപ്പോഴും ചെയ്യാറുള്ളതാണ്, കുറച്ച് കറിവേപ്പില, അതുപോലെ തന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണ. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് ഇത് ചെയ്യേണ്ടത്.
ഇനി നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. ആ വെളിച്ചെണ്ണയുടെയും കറിവേപ്പിലയുടെയും സ്മെല്ലും ഫ്ലേവറും എല്ലാം നമ്മുടെ കൊഴുവയിലേക്ക് ഒന്നുകൂടി പിടിക്കുന്നതിനായിട്ടാണ് നമ്മളിപ്പോൾ അടച്ചു വെച്ചത്. ഇനിയിപ്പോൾ നമുക്കിത് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് സെർവ് ചെയ്യാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാനത് തുറക്കുള്ളൂ. ഇപ്പോൾ നമ്മൾ നമ്മുടെ കൊഴുവ അടച്ചു വെച്ചിട്ട് 10 മിനിറ്റ് കഴിഞ്ഞു. നമുക്ക് തുറക്കാം. കറിവേപ്പിലയൊക്കെ നന്നായിട്ട് വാടി വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് കൊഴുവയിലേക്ക് മിക്സ് ആയി വന്നിട്ടുണ്ട്. ഇതെല്ലാം ചേർത്തൊന്ന് ഇളക്കിയെടുക്കുക. ഇത്രയേ ഉള്ളൂ മീൻ പീര അല്ലെങ്കിൽ കൊഴുവ തോരൻ. അതെ, ഈ പറയുന്ന റെസിപ്പി വളരെ സിമ്പിളാണ്. നമുക്ക് ആ കൊഴുവ നന്നാക്കി എടുക്കാനുള്ള ആ ഒരു ടൈം മാത്രമേ ഇതിൽ കുറച്ച് സമയം എന്ന് പറയാനുള്ളൂ. ബാക്കിയുള്ളതെല്ലാം റെസിപ്പിയിൽ വളരെ ഈസിയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഈ ഒരു റെസിപ്പി ചോറിൻ്റെ കൂടെ ചേർത്തൊന്ന് കഴിച്ചു നോക്കൂ. ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. നോൺ വെജിറ്റേറിയൻസിന് എല്ലാവർക്കും ഇഷ്ടപ്പെടും. വെജിറ്റേറിയൻസ് നമുക്ക് നമ്മുടെ വെജിറ്റബിൾ കറികളൊക്കെ കഴിക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.